കണ്ടായില്ലേ ആ ബിൽഡിങ്ങിന്റെ മുകളിലെ ക്യാമറ ബിൽഡിംഗ് മേളിൽ 2 പേര് ഓൾറെഡി ഉണ്ട്. കാണാൻ പറ്റിയില്ല. അടിക്കുക. എനിക്ക് ഡൗട്ട് ഉണ്ടോ, 22ാമത്തെ മിനിറ്റിൽ സോൺ വന്നു. 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഇത്രയും ചെറിയ സോൺ എങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതാ ഞാൻ ആലോചിക്കുന്നത്. 22 മിനിറ്റ് ബാക്കിയുണ്ട്. ഒന്ന് വീശി തരുമോ? 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ അതാ ഞാൻ ആലോചിക്കണം. കഴിഞ്ഞ കളി അത് ടി വി ഓൺ ഔട്ട് ആയതുണ്ട്. ഇറങ്ങിയ ഇൻഫ്ലുവൻസ് അത് തിരിച്ച് കയറ്റിയെടുത്തു. എല്ലാവരും T40 എല്ലാവരും തിരിച്ച് ഒരാൾ ഡൗൺ ആക്കണം. ഡൗൺ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇൻഫ്ലുവൻസ് താഴെ പോകത്തുള്ളൂ. എടാ ഇനി 21 മിനിറ്റില് അപ്പൊ അടുത്ത സോൺ ഇപ്പൊ അടുത്ത സോണിനോട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത്ര ചെറിയ സോണിൽ എങ്ങനെയാ ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പൊടിക്കാവൂല. ആ സോൺ ആകുമ്പോഴത്തേക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും ചെറിയ സോണാവും. ഹലോ, ഈ സോൺ എന്താ ഇത്ര? അതാ ഞാൻ ആദ്യമേ ചോദിച്ചേ, പെട്ടെന്ന് സോൺ കുറഞ്ഞ പോലെ നിങ്ങക്ക് തോന്നിയോന്ന്. നോക്കാം കഴിച്ചു എന്താ നോക്കാം നമുക്ക്. അവരെന്തെങ്കിലും ടെക്നിക്കൽ എററൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ഇട്ട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് കാര്യമില്ല. ലെറ്റ് പ്ലേ നോക്കാം. പറഞ്ഞു വീണോടെ. പിന്നെ ഇത് നമ്മളിപ്പം ഈ സോണിന്റെ പേര് പറഞ്ഞ് ഇതെന്തായാലും പറഞ്ഞാലും അമ്മമാർക്കൊന്നും മിണ്ടാനില്ല. കാരണം ഇമോട്ടിന്റെ പേരിൽ റീടർഫ് വെച്ചവന്മാരല്ലേ. വാക്കിംഗ് സ്റ്റൈൽ ഇമോട്ടല്ല, വാക്കിംഗ് സ്റ്റൈല്. ചോദിച്ചു നോക്കി ഇതെന്താ പറ്റിയെന്നിങ്ങനെ. 45 മിനിറ്റ് ഉണ്ടോ ടർഫ്? അതെ. ശരിയല്ല. ചില്ലാവ് നമുക്ക് നോക്കാം. എന്തേലും ബഗ്ഗായിരിക്കും. ചില്ലാവ് നമുക്ക് നോക്കാം. അവരെന്തോ നോക്കട്ടെ. മോൻസോണായാലും കറക്റ്റല്ലേ ബ്രൈനു? മോൻസോണായാലും 20. ഇതെല്ലാം കോഡിങ്ങിലൊക്കെ ഇതാവുന്ന പരിപാടികളാണ് ഗൈസ്. ഇവർക്ക് അത് ചില സമയത്ത് ചിലപ്പോ എന്തെങ്കിലും കോഡ് എററും ബഗ്ഗും ഒക്കെ ആയി കഴിയുമ്പോൾ ആകെ 2-3 പേരുള്ളൂ. അവിടെ കൊണ്ട് കുത്തി അവന്മാരെ തന്നെ ഫസ്റ്റ് എടുക്കാം. എടാ നിങ്ങൾ കുത്താവോ. ഇവന്മാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ കുത്താവോ? ബാക്കിയുള്ളവർക്ക് കുത്തിക്കോ. ഇവിടെ 3 വണ്ടി ഇവിടെ ഉണ്ട്. എടാ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കുത്ത്. അഡ്മിൻ ബി എഴുതും. ചെറിയ സോണ 20 മിനിറ്റ്സ് ബാക്കിയില്ല. 19 മിനിറ്റ്. ചെറിയ സോണ എങ്ങനെ ഫെയർ ആവും? PUBG 45 എന്താ അല്ല 45 മിനിറ്റ് 3/4 മണിക്കൂർ. നമ്മൾ ടർഫ് 3/4 മണിക്കൂർ 45 മിനിറ്റ്. ടർഫ് എടുത്ത് വെച്ച് നോക്ക്. ഇല്ല ഡോക്ടറെ, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സോണിന് വെളിയിലായി പോടാ. വെളിയിൽ നിന്നൊന്നും അടിക്കല്ലടാ. അത് നമ്മുടെ പോയോ മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്നും ചെയ്യാനില്ല. അവിടെ അമ്മമാര് കുത്തിയിട്ടില്ല ഇപ്പോഴും 2 വണ്ടി ഇവിടെ. ലൈവാണ്. ഇതിനകത്ത് വണ്ടി കൊണ്ട് കുത്താനും പറ്റത്തില്ല. ഇവന്മാര് വീഡിയോ ആവും കൊണ്ട് കുത്തിയ. നോക്കി എല്ലായിടത്തും ആൾക്കാരാ. ഐഡി അടിച്ചാൽ മതി. ചിൽ ഗൈസ്, നമുക്ക് ചോദിക്കാം. ചില്ല. This is
എത്ര പേരുണ്ട് ഇനി? 1 2 3 4 5 6 7 8 9 3 പേര് ഡൗൺ ആയി. തോണ്ട വെളി വെച്ച് കൊന്നു ബ്രോ. ടർഫിനകത്തുനിന്ന് വെളിയിലോട്ട് അടിക്കാം, മനസ്സിലായ? വെളിയിൽ നിന്ന് അകത്തോട്ട് അടിക്കാനാ പറ്റാത്തത്. അകത്തുനിന്ന് വെളിയിലോട്ട് അടിക്കുന്നതിന് കുഴപ്പമില്ല. ഇതെന്തായാലും ഫെയർ അല്ല, സോ റിപ്പോർട്ട് ചെയ്യണം ബ്രോ. നമുക്ക് ചോദിക്കാം. ഇല്ല ഇല്ല അല്ല, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് അവിടെ പോയി അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇത് റിവാർ വെച്ച് തരുവാടാ മോസ്റ്റ്ലി. നമുക്ക് റിവാർ തരും, കാരണം ഇത് സോൺ എന്താ ബഗ്ഗുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു ലാപ്പ് വാങ്ങി നിങ്ങളുടെ ഒപ്പം കളിക്കാൻ പറ്റുമോ? നമ്മുടെ ഒപ്പം കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി 35 പേരായി. ഇനി ഒരാളെ കയറ്റാൻ പോലും സ്ഥലമില്ല. T47 ഒരുത്ത സോണോട്ട് അടിച്ചു ബ്രോ. അത് നമ്മുടെ POV ബഗ് ആയിരിക്കും. ഈ ഗെയിമിന് അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവന്റെ POV കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ അവൻ വെളിയിലാണോ അകത്താണോ എന്നൊക്കെ. ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായ? ഇവന്മാർ ആരെങ്കിലും ഡൗൺ ഉണ്ടോ? ഇല്ലല്ലോ. ഒരാൾ ഡൗൺ ആണ്. 9 പേര് അകത്ത്. പീപ്പിൾ പ്ലീസ് ഇൻഫോം. അമ്മ റിമോട്ട് കേസ് കരഞ്ഞല്ലേ കഴിയുമ്പോൾ നമുക്ക് പോയി ചോദിക്കാം ജസ്റ്റ്. അല്ലാതെ എന്ത് ചെയ്യും? അത് ചുമ്മാ ചെയ്യുന്നതാണ്. അതിലൂടെ ഫയറിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ടിവിയിൽ മെമ്പർ ആവാൻ ആഗ്രഹമുണ്ട് ബ്രോ. കറന്റ്ലി ഇപ്പൊ നമ്മള് ഫുള്ളാണ് ബ്രോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫാമിലിയോട് വരാനാണെങ്കിൽ ഒരാളെ എടുത്ത് മാറ്റിയിട്ട് എനിക്ക് ബ്രോയെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. വണ്ടിയുടെ വീലും പോയി. അമ്മമാരവിടെ ചെച്ചടിക്കുന്നുണ്ട്. മോബി വീണു. ഇവിടെ കണ്ടുണ്ട്. ബാക്കി ഇൻസ്റ്റലേറ്റിന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഓ സ്റ്റീവ് റോഡിൽ വീണു. അമ്മമാരെ അവനെ അടിക്കണോ സ്റ്റീവിനെ? ഇവിടെ അവിടെ വരയ്ക്ക്. സ്റ്റീവ് ചത്തോ? 14 മിനിറ്റ്. ചന്ദ്രനെ കിക്ക് ചെയ്തിട്ട് ആ പയ്യന് ചാൻസ് കൊടു. അത് നല്ലൊരു ഓപ്ഷനാണ്. ലോക ദേ ഇവിടെ അടിയിൽ എത്തി കേട്ടാ, നൈസായിട്ട്. അതെ 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 വാടാ അവനെ ഉണ്ട്. ഒന്നും ചെയ്യല്ല ഇതിനുണ്ട്. ഈ സോണിൽ എന്തായാലും നിങ്ങളെ കയറാൻ പറ്റൂല അവന്മാർ. ചാറ്റ് നോക്കിയോ അവരുടെ? ആരുടെ? ആടുബ്രോന്റെ എന്താ പറയണേന്ന്? പുള്ളിക്ക് ലൈവ് ചാറ്റടാ. ഇതൊക്കെ റാൻഡം ആയിട്ട് വരുന്നത്, അല്ലാതെ ഇവർക്കൊന്നും സെറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇതൊക്കെ റാൻഡം ആണ് കോഡിങ്. കമന്ററി പറഞ്ഞു. എനിക്ക് കമന്ററി യാതൊരു വശമില്ലാത്ത സെറ്റടാ. അവരെ പോയി നിങ്ങൾ തെറി പറഞ്ഞിട്ട് അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായ? ചില്ലാവ് 50 സോൺ. ടർഫ് ബോസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ, ചോദിക്കാം, നമുക്ക് ചോദിക്കാം.
കഴിഞ്ഞോട്ട് ഇതുപോലെ ഒരുത്തൻ വന്നതാണ് ഹാപ്പി ക്രിസ്മസ് എന്തോ പറയാൻ. ഒന്നും ചെയ്യാനില്ലടാ അവന്മാർക്ക് വണ്ടി കൊണ്ട് കുത്താൻ പോലും പറ്റത്തില്ല. കുത്തിയാ അത് വീഡിയോ ഉറപ്പാണ്. ഒന്നും ചെയ്യാനില്ല. ഇത് കളിക്കണ്ട കളിക്കണ്ടെന്ന് പറ. അല്ല അവന്മാര് തീർക്കട്ടെ, ഇനിയിപ്പോ തീർക്കട്ടെ, വേറെ എന്ത് ചെയ്യാൻ. കഴിഞ്ഞ കളി നമ്മൾ ഫൈറ്റ് ചെയ്ത് പോയി വെയിറ്റ് ചെയ്തോ. നമ്മൾ വൈഫോട്ട് കയറി പേടിച്ച് അടുത്ത അടിച്ച് ചത്തു. അവരടുത്ത് പോയി ചോദിക്കടാ, അവരടുത്ത് പോയി ചോദിച്ചു സോൺ മാറിയത് കാര്യം. സോൺ മാറത്തില്ലടാ ഇങ്ങനെ 25 മിനിറ്റില് 25 മിനിറ്റ് നിങ്ങക്ക് 2 സോൺ ഓണർ അല്ലടാ. നമ്മൾ അടിച്ചണ്ണ എന്തായാലും ഭ്രാന്തായിരിക്കും. അത് പോയി സംസാരിക്കടാ. ഇത് അവര് ഇത് വെച്ച് തരും. നമ്മൾ ഇമോട്ട് ഇട്ടെന്ന് പറഞ്ഞതല്ലേ മറ്റേ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞേ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നീ ഒരു പിക്ക് എടുത്തല്ലേ അവിടെ ഫണ്ട് കിട്ടും. മന്ദാരം എടുത്ത് വേറെ എടുത്തില്ല തോന്നുന്നു. ഇല്ല കുഴപ്പമില്ല. സോൺ അങ്ങനെ എത്ര പെട്ടെന്ന് മാറിയേ? അതൊന്നും ചോദിക്കടാ, അവിടെ പോയി ചോദിച്ചു അഡ്മിൻ. ഞാൻ വരാം വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പൊ പോണ്ടെന്നാണ് കഴിഞ്ഞിട്ട് അവര്. ഇല്ലളിയാ, എനിക്ക് അത് പോയി പറയണം. ജസ്റ്റ് അളിയാ എനിക്കത് പറയണം. അത് ജസ്റ്റ് ഒന്ന് പറയണം. ഇവന്മാര് വാറില് ചത്തവൻ നേരെ പോയിട്ട് വിളിച്ചതാ കഴിഞ്ഞ വട്ടം, മനസ്സിലായ? നമ്മുടെ എന്താ അവൻ വാക്കിംഗ് സ്റ്റൈല് മാറ്റി എന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് കരഞ്ഞവനാണ് അവൻ. പിന്നെ ഞാൻ പോയി പറയണ്ടേ അളിയാ. നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഗൈസ്, നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അനൗൺസ്മെന്റ് വന്ന്, മനസ്സിലായ? ഓൾറെഡി പുറത്ത് ഞാൻ എന്നിട്ട് വന്ന് ഇവിടെ വന്ന് പറയണം ലൈവ് മ്യൂട്ട് ചെയ്യാൻ ഗൈസ്. ഇല്ല ആവശ്യമില്ല, അവര് പറയണ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. ഡെസ്ക്ടോപ്പ് ബോഡി കേൾക്കൂല. ഹലോ ബ്രോ, ഇത് സോൺ ബഗ്ഗാണ് ബ്രോ. ഈ സോണ് 22 മിനിറ്റ് 25 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഇത്രയും ചെറിയ സോൺ എങ്ങനെയാ ബ്രോ വരുന്നത്? നമ്മൾ ഇത്രയും ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വാരം നമ്മളും കളിച്ചതാ. ഈ ഇത്രയും മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ 15 മിനിറ്റിൽ ഈ ഇത്രയും ചെറിയ സോൺ വരത്തില്ല. ഈ സോൺ ബഗ്ഗാണ്. ഒന്നെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തപ്പോൾ എന്തോ പറ്റിയതാ. ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം ആഡ് ബ്രോ. കാരണം അത്രയും ചെറിയ സോൺ വരത്തില്ല ബ്രോ. ഇത് ഭയങ്കര ഇതായിട്ടാ സോൺ ഷിഫ്റ്റ് ആയി. ആദ്യത്തെ 2 സോണും ഓക്കെ. ഓക്കെ. അപ്പൊ സോണ് ഷിഫ്റ്റ് ആയത് ഭയങ്കര സ്പീഡിലായി പോയി. 22 മിനിറ്റ് ഉള്ളപ്പം ഭയങ്കര ചെറിയ സോണായി പോയി. 25 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ മറ്റേ ക്യാമറ ബിൽഡിങ്ങിന്റെ അവിടെ മാത്രമായിട്ട് സോൺ വന്നു. ഓക്കെ. ഗൈസ്, അഡ്മിൻസ് പുള്ളിയുടെ ലൈവിൽ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഓൾറെഡി. ഇത് എന്തോ ഞാൻ ഇവിടെ എന്തോ പറയാം. ഹലോ.
എടാ ഇത് പുള്ളി ലൈവിൽ തന്നെ പുള്ളി അത് പറയുന്നുണ്ട്, ഇതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ സമയം വേണം, സമയം നോക്കിയിട്ട് പറയാന്ന്. എന്തായാലും നാളെ ആവൂലേ ഇനി ഡിസിഷൻ? വില്ലുവിന്റെ വിയോയിൽ ഒരു പയ്യൻ പുറത്തു പോകുന്നുണ്ടല്ലോ അടിച്ചേക്കുന്നു. അത് നോക്കണ്ട, നമുക്ക് ഇതിന്റെ അടുത്ത് ഡിസിഷൻ നോക്കാം. ഇത് വന്നില്ലെങ്കിൽ അത് നോക്കാം. പുറത്തുനിന്ന് അടിച്ചാലേ എനിക്ക് എടാ നമ്മള് വേറെ ആരുടെ കളിച്ചില്ലെങ്കിൽ അവന്മാരുടെ കാണിക്കണം. കാരണം എരന്ന് വാങ്ങിച്ച് നിന്നെ പുറത്തുനിന്നാണ് അടിച്ചേ? എന്നെ അടിക്കുന്ന സമയത്ത് അതിലുള്ള ഒരുത്തൻ പുറത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അടിക്കും. ജോൺ ഔട്ടിൽ ഇറന്ന് അടിച്ചപ്പോ ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ കണ്ടോ? എന്നോട് ലൈവ് ആരുടെ ഡെസ്ട്രോടെ ലൈവ് പ്ലേ ചെയ്തേ? അവന്റെ കാണിച്ചിട്ട് ആരുടെ പ്ലേ ചെയ്തേക്കുന്ന? തുണ്ടൊക്കെ വരും. എന്തൊരു കാണിക്കണ നീ, എന്തൊരു അപ്പുറത്തേക്ക് ഓടാ. ലെഫ്റ്റിലോ ഒരാളോ അതെ അതൊക്കെ പുറത്തേക്ക് അവനെ അടിച്ചിട്ടുണ്ട്. ഒരു ഫയർ കൊണ്ടു കഴിഞ്ഞാൽ അത് ഫൗളാണ്. ഒരു ഫയർ ഉണ്ടാവും. ഹെഡ് അന്ന് ഹെഡ് തോറ്റ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞൊക്കെ അറിയാം. ഹഫീസെ ഞാനൊരു ടർഫോർ കാണിച്ചു തരട്ടെ. ഇതിന് തൊട്ട് മുമ്പത്തെ അവര് വാക്കിംഗ് സ്റ്റൈല് മാറ്റിയത് ഇങ്ങനെ നടക്കുന്നതിന് മാറി ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ടെ മനസ്സിലായില്ലേ? ടർഫ് ഞങ്ങൾ അടിച്ചെടുത്താ, മനസ്സിലായി? നിന്റെ ഒന്നും അവര് ഔദാര്യമില്ലാതെ അടിച്ചെടുത്താടാ കുണ്ണെ. എന്നാലും നീയൊക്കെ പോയി അഡ്മിൻസിന്റെ അടുത്ത് കരഞ്ഞ് സാമാനം പിടിച്ചിട്ട് കരഞ്ഞ്, മനസ്സിലായ? അതൊന്നും ഞങ്ങൾ എന്തായാലും ചെയ്തില്ല. ഞങ്ങൾ പോയിട്ട് ഒരു ബഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു തിരിച്ചു വന്നു. നിന്റെ ഒന്നും FRP വലിക്കലല്ല എന്റെ പണി, മനസ്സിലായല്ലേ? എനിക്ക് അതിന്റെ അത് ആവശ്യമില്ല. നിന്റെയൊക്കെ പോലെ ജീവിതം ഇതിനകത്ത് മുടക്കിയിരിക്കുന്നതല്ല ഞാൻ. രാപ്പകലില്ലാതെ അവിടെ പോയിരുന്ന് കരഞ്ഞ് അഡ്മിൻസിന്റെ കൊട്ടയം പിടിച്ച് താങ്ങി ഇരുന്നിട്ട് നീയൊക്കെ ഇരുന്ന് ഇത്രയും ഇത് ടർഫ് കരഞ്ഞ് മേടിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് വീണ്ടും നീ അവനൊക്കെ വേണ്ടി ഇത് ബാധിക്കുന്ന പട്ടികളെ ഞങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കണ. ഓടാ കുണ്ണെ പറയുന്നതിനൊരു എന്തെങ്കിലും ഇത് വേണ്ടേ? കണ്ടോണ്ടിരിക്കുന്ന ടർഫ് കാണുന്ന എല്ലാവർക്കും അറിയാം ഈ സോൺ ഇങ്ങനെ ഇത്രയും സ്പീഡായിട്ട് ഇതായി പോയെന്ന്, മനസ്സിലായി? കാണുന്ന എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റ് ഞങ്ങൾ അഡ്മിൻസിന്റെ അടുത്ത് അഡ്രസ് ചെയ്ത് അത് അവര് വാലിഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് റീമാച്ച് വെച്ച് തരും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച പിടിച്ചിട്ട് ഈ കുണ്ണുകളെ അടിച്ച് ടർഫ് ഞങ്ങൾ എടുക്കും. അത്രേ ഉള്ളൂ. ഈ കൂടുതൽ വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടം പോലെ ടർഫ് കാർഡ് ഉണ്ട്, ഇഷ്ടം പോലെ കപ്പിളാർപ്പ് ചെയ്യുന്നവന്മാരുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കാർഡുണ്ട്. ടർഫ് കാർഡ് വിളിച്ചു ഞാൻ വിളിച്ചോളാം അടുത്ത ആഴ്ച. അവന്റെയൊക്കെ ഔദാര്യത്തിനാണ് നമ്മളെ ലോയൽറ്റി പോയിന്റ്. ലോയൽറ്റി പോയിന്റ് ആണല്ലോ ടർഫ് കാർഡ്. ജുബ്രു ആണ് നമ്മുടെ ലോയൽറ്റി പോയിന്റ്സിന്റെ ഏറ്റവും വലിയ. നിനക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ ബ്രോ? നമ്മൾ ഓൾറെഡി ഇത് അടിച്ചെടുത്തതാ. ഇത് കരഞ്ഞു മേടിച്ചോണ്ട് പോയതാ ഞങ്ങളുടെ. ഇന്ന് സോൺ ബഗ്ഗാ. ഞങ്ങൾ ഇവന്മാര് തമ്മിലുള്ള ഇത് നടന്നിട്ടില്ല. അതിനുശേഷം ഇത് സോൺ ബഗ് ആയതാ. നമുക്കേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജുബ്രു BC പോലും ഇല്ല. അവൻ എന്ത് ചെയ്ത് ലോയൽറ്റി പോയിന്റ്സ് വേണ്ടി അവന്റെ മെയിൻ സീറ്റ് കയറി. അറിയാവോ നിങ്ങൾക്ക്? നമ്മളുണ്ടല്ലോ ബ്രോ, നമ്മളെല്ലാം പ്ലാൻഡ് ആണ്. എല്ലാം പ്ലാൻഡ് പയ്യന്മാരാണ് കൂടെ ഉള്ളത്. വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ എഫേർട്ട് കളയുന്നത് മൊബൈൽ അച്ഛന്റെ മൊബൈൽ അമ്മയുടെ മൊബൈൽ ഉറങ്ങി കഴിയുമ്പോൾ കട്ടെടുത്ത് കമന്റ് ഇടുന്നവന്മാരാ. കമ്പ്യൂട്ടർ പോലും ഉണ്ടാവില്ല അവനൊന്നും, മനസ്സിലായ? ഇവനെ ഒന്ന് ഈ ഗെയിം പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കളിക്കുന്നവരെ അത്യാവശ്യം ഇത് കളിക്കുന്നവരെ റെഗുലർ ആയിട്ട് ഇത് കുറച്ച് കാണുന്നവരെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛന്റെ അമ്മയുടെ ഫോൺ കട്ടെടുത്ത് കമന്റ് ഇടുന്ന പയ്യന്മാരടുത്ത് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? നമ്മൾ എഫേർട്ട് കളയാണ് വെറുതെ. അണ്ണ അത് പറഞ്ഞോട്ടെ, അച്ഛനമ്മ ഫോൺ എടുത്തോണ്ട് വിൽക്കും, എന്നിട്ട് PC എടുത്തിട്ട് വരും. അതെ, ഒരു അംശമില്ല. അതൊക്കെയാണ് എന്താ ബ്രോ. ഞാൻ എന്താ ലൈവ് ഇട്ടാണ് ചെയ്യും. എന്റെ ലൈവിലൊന്ന് കയറുമോ? ഓക്കെ, ഇതാ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം. ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതാ ഇത് നോക്കി, ഒന്നുമില്ല. ഞങ്ങൾ ലൈവിൽ കാണാം സ്ക്രീനൊക്കെ, കുഴപ്പമൊന്നുമില്ല. അതാ ബ്രോ, ഇതാണ് ഇന്നത്തെ 22 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഇന്നത്തെ സോൺ ഇതാണ്. ഇന്നലത്തെ 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഉള്ള സോണാണ്. ഞാൻ ഒന്നുകൂടെ വേണേൽ കാണിച്ചു തരാം. 15 മിനിറ്റ്. അല്ല, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ റീവാറൊക്കെ വെക്കായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ കളിക്കായിരുന്നു. ഇതിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ.
അതൊക്കെയാണ് ബ്രോ. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം ഡോക്ടറെ. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കാര്യം പറയാണ്. ഒരു വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയതിന് കരഞ്ഞ് റീവാർ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇത് അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് റീവാർ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കോംപ്രമൈസ്. 5 മിനിറ്റാ? ഓക്കെ ശരി. ഓക്കെ വാ ചന്ദ്ര വാ. എടാ ഒരു സർവറിൽ നിന്ന് ഇവിടെ പെർമനന്റ് കിട്ടി. ഇത് സർവർ വേറെ ഏതാണോ നോക്ക്. പിന്നെ ഇറങ്ങിപ്പോടാ ചന്ദ്രൻ പറഞ്ഞ അവിടെ നിന്നിട്ട് എന്റെ ഒരു ഫൈൻഡിങ്സ് ഉണ്ട്, നിന്റെ ഒരു കുണ്ണ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇന്നലെ ഡിസിഷൻ പെട്ടെന്ന് ഡിസിഷൻ വേണം. അധികം ടൈം നിങ്ങൾ ആവശ്യത്തിന് ടൈം എടുത്ത് ഒരു 5 മിനിറ്റ് പറയാം. ഇല്ല ചന്ദ്രനെ ആട്ടിയപ്പോ ഞാൻ ഒരു സ്ട്രോങ് സ്റ്റാൻഡിൽ നിന്ന് ഇതിനൊരു ഡിസിഷൻ എടുക്കാതെ ഞങ്ങൾ ഇനി ഇവിടെ കളിക്കത്തില്ല. അപ്പോഴേ പുള്ളി പറഞ്ഞ് നീയൊക്കെ അല്ലെങ്കിലും കളിക്കണ്ട, ഇറങ്ങിപ്പോ. അന്നേരം നമ്മള് മറ്റേ ബ്രാവോനൊക്കെ ഇപ്പൊ വിളിച്ചാണല്ലോ ഇവിടെ വിഷയം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇന്നലെ കിട്ടിയത്. എഴുതി മേടിച്ചത് അവന്റെ സെർവറൊക്കെ ഇന്നലെ കളഞ്ഞത്. ഇത് നമ്മുടെ ഏതോ ഹേറ്റേഴ്സ് ഈ മാനേജ്മെന്റ് മൊത്തത്തിൽ മേടിച്ചേട്ടാ. അപ്പൊ നമ്മളോട് പറയാതെ കഷ്ടപ്പെടാന്ന് പറഞ്ഞ സെർവർ ഇറ്റ് കളഞ്ഞു. ഇത് അങ്ങേര് ഇത് ഇന്നലെ ഷമീറിന് അടിച്ച കലിപ്പില് ഷേക്ക് മൊത്തത്തിൽ അങ്ങെടുത്ത്. അയ്യോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റിലെ ഡിസിഷൻ പറയാം ഗൈസ്. 5 മിനിറ്റ് പറ്റൂല കരഞ്ഞ് നശിപ്പിക്കണം. 5 മിനിറ്റ് കൊടുക്കണം. മാക്സിമം കരഞ്ഞു, ഭീഷണിപ്പെടുത്തി. അത് മതി. പിന്നെ ഭീഷണിപ്പെടുത്തി അണ്ണാ വെസ്റ്റ് ഒരു PO ഉണ്ട്. കാണിച്ചു പിന്നെ എല്ലാം ഫ്ലാറ്റ്. അണ്ണാ ഒരു PO അടിച്ചിട്ടാണ് കാണിച്ചു കൊടുത്തേ. എടാ ഞാൻ എന്ത് ചെയ്യാനാണോടാ, നീ തന്നെ പറ. ഞാൻ എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി അണ്ണാ അവന്റെ PO നേരത്തെ നോക്കിയണ്ണ വിഷയാണ്. നമ്മള് GT അല്ലേ കളിച്ചത്, ഹൈഡ് ആൻഡ് സീക്ക്. മെസ് ബോയ് കേറ് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ട് എന്റെ കൂടെ വന്നവനാ അവിടെ വിളിക്കുന്നുണ്ടോ ബസ് വരെ ഒന്ന്? ഇവിടെ കൂടെ ഓടി. അതല്ല ലൈവിന്റെ പേര് കണ്ടാ? കൊച്ചുപിള്ളേരെ തട്ടാണ്. കൊച്ചുപിള്ളേരെ തല്ലാന്ന്. അവരെ നാളത്തെ ഇതാണ്. നോക്കണേ താറാവ് നടന്നു. കണ്ടില്ല. ആരും കണ്ടില്ല. ലോകം മൊത്തം അറിഞ്ഞായിരുന്നു നീ അവിടെ ഉണ്ടോന്ന് കേട്ടാ. നിന്നെ അടിച്ചത് ഇല്ലല്ലോ, ആരും അറിഞ്ഞില്ല അളിയാ. അറിയിച്ചു കൊടുത്ത് ഇനി കാണിക്കൂല. ഇനി കാണിക്കണ്ട. നീ നിനക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയപ്പോ നിനക്ക് എല്ലാരും വിളിച്ച് കൂടെ കൊണ്ടുപോയി പോലായിരുന്നോ? ഒരുപാട് പേരുണ്ടായിരുന്നെ കാണൂലായിരുന്നു ഞങ്ങളെ. അണ്ണാ പബ്ജി, നമ്മുടെ പഴയ പബ്ജി കാലം എനിക്ക് ഓർമ്മ വന്നാ ഒരു കാര്യം കാണിച്ചിട്ടാ വീട്ടിൽ. നീ പബ്ജി കളിക്കാറുന്ന? ആ പിന്നെ മാക്സിമം സ്റ്റീവ് ആയിരുന്നല്ലേ? അല്ല ഇവന്റെ അച്ഛനാ. നീ എന്തിനാ പറയാനാടാ ചന്ദ്ര ബ്ലൈൻഡ് സ്റ്റീവ്? ബ്ലൈൻഡ് സ്റ്റീവ് മാക്സിമം സ്റ്റീവ് ഒക്കെ ഇവനാ. എടാ ബ്ലൈൻഡ് സ്റ്റീവ് ഇവനാ. 3 കൊല്ലം TV കയറിയിട്ട്. മറ്റേ മാക്സിമം കളിച്ച് ചിമ്പുവിനോടെ കളിച്ചോണ്ടിരുന്ന. ഓ ചിമ്പ്, സോൾ ചിമ്പ്. ഓ ബാബ ഓർമ്മയില്ലേ? അറിയണ ചന്ദ്ര ബാബ ഈകള് തിക് ഫ്രണ്ട്സ്. അതെനിക്കറിയാം. എനിക്കല്ലോ അറിയാം. ഞങ്ങള് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവിടുന്ന് നമ്മുടെ ഒരു സോൺ റൊട്ടേഷൻ PO ഉണ്ട്. പബ്ജി മൊബൈലാണ് കളിക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവൻ TV-ക്കകത്ത് വന്നതിന് ശേഷമാണ് ഇവൻ ബ്ലൈൻഡ് സ്റ്റീവ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. അതെ ഇപ്പഴല്ലേ അറിഞ്ഞേ? ഇപ്പോഴൊന്നല്ല, ഞാൻ ഇപ്പഴല്ലേ അറിഞ്ഞെന്ന്. അണ്ണാ നോക്കിയോ?
എനിക്കെന്ന് MRC ഇവിടെ സോൺ റൊട്ടേഷൻ ഉണ്ട്. പബ്ജി റെഫറൻസ് ആണ് ഇതൊക്കെ. എന്റെ കയ്യിലെന്താ ഇരിക്കുന്നേ? അത് പാവ ഇടക്കിടക്ക് തിരുമാൻ വേണ്ടി അല്ലെന്നാ കയ്യില് പാവയാണത്. ഇപ്പൊ നോക്കിയോ, എവിടുന്ന് എലക്സിനെ വിളിച്ചോണ്ടൊരു ഓട്ടോ ഓടും. അത് എവിടെ നിന്നായിരുന്നു? ഇപ്പൊ എന്നെ വിളിക്കും. എടാ ലെക്സ് ഇങ്ങ് വന്നേടാ, ഇങ്ങോട്ടാ ലെക്സിനെ വിളിച്ചോണ്ട് ഓടിക്കട്ടെ. പോയിക്കോ നീ വാ ലെക്സ്. പയ്യൻ നിൽക്കുന്നത് അല്ല അത് രസ്റ്റോ സോട്ടാ ഫുൾ TPP. ഭയങ്കര സാധനം ഉണ്ടല്ലോ ഇവിടെ മൈരൻ. ഞങ്ങള് വണ്ടി ഇല്ലാണ്ട് ഇരിക്കുവാണ്, മനസ്സിലായോ? നോക്കിയോണ്ടാ ഇവിടെ നമ്മൾ ഡെസ്റ്റോ നിൽക്കണ്. അവനെ കൊണ്ടുപോകും നോക്കാം. ഇതാരാ ഡെസ്റ്റോ? ഡെസ്റ്റോ കൂടാ. അവിടെ എത്തുമ്പോ വീണ്ടും വരും ആൾക്കാര്. അവിടുന്നൊക്കെ ആൾക്കാർ സ്പോണായിട്ട് വരും നമ്മോട്. ഇപ്പൊ ചരിഞ്ഞു നോക്കാന്ന് നോക്കിയോ, ആൾക്കാർ അവിടേക്ക് സോട്ടോ എന്തിനാ അവരുടെ ലൈൻ ഓഫ് ഫയർ കയറി കൊടുക്കുന്നു കേട്ടോ. സോണാണ് വില്ലൻ. അവര് വിളിക്കാന്നല്ലേ പറഞ്ഞ ചന്ദ്ര, ആട്ടുകൂടെ അവരങ്ങോട്ട് ചെന്നാ. 5 മിനിറ്റായോ? പ്രശ്നം ഉണ്ടാക്കണോ? മുച്ചിരിയെ പറഞ്ഞോടാ, മുച്ചിരിയെ പ്രശ്നം ഉണ്ടാക്കട്ടെ. മുച്ചിരി വന്നോ ഇവിടെ? നമുക്കണ്ടി ചോദിക്കാൻ ബ്രാവ് പോലും ഇല്ല. ബ്രാവ വന്നായിരുന്നു, ബ്രാവ ഉണ്ടായിരുന്നു. അല്ല ബ്രാവ് ഇല്ല. സീനാക്ക്. അയ്യോ നമ്മളങ്ങനെ ബ്രോ ഇത്. നമുക്കിനിപ്പോ വേറെ സെർവർ പോലും ഇല്ല. എന്റെ സെർവർ ഇനി നമ്മൾ തന്നെ പ്രൈവറ്റ് സെർവർ വാങ്ങി കളിക്കേണ്ടി. കൈലാസം ഉണ്ട്, കൈലാസം ആർപി വന്ന് കെട്ടിയിലടിച്ചിട്ട് എന്റെ ഉണ്ട് അണ്ടിക്കണ്ണ റോൾ പ്ലേ. പിന്നെന്താടാ നീ പറയണ പോലെ തന്നെ നമ്മളൊക്കെ മെച്ചോർഡായേ. ചന്ദ്ര എത്ര ദിവസം ബാന്? നമ്മളൊക്കെ എടാ നമ്മളെന്ന് നീ പറയല കേട്ടാ. നീ നിന്റെ കാര്യം നീ ഒഴിച്ചിട്ട് പറയാ. മെച്യൂരിറ്റിയുടെ കാര്യത്തില് 2 ദിവസം ബാൻ മേടിച്ച് പുറത്തിരിക്കുകയാണ്. RP പരമായിട്ടുള്ള ബാനാണ് എനിക്ക് കിട്ടിയത്. RP പരമായിട്ടുള്ള ബാനാണ്, വേറെ ഇതിലൊന്നുമില്ല. RP പരമായിട്ടുള്ള ബാനാണ് കിട്ടിയത്. ചന്ദ്ര RP എന്തിനാ ബാൻ കിട്ടിയത്? അളിയ നമുക്കൊരു കാര്യം ചെയ്താലോടാ. മറ്റേ ഇവിടെ പോയിട്ട് ഗ്രാൻഡ് RP പോയിട്ട് ഫാമിലി ബിൽഡ് ചെയ്താലോ? പാവെങ്കിലും ഉണ്ട് അവിടെ വരെ ഒരു പട്ടി ബാങ്ക് കിട്ടുന്നതൊക്കെ കിട്ടിക്കോട്ടെ, നമുക്ക് അതൊന്നും നോക്കണ്ട. അത് സോൾവ് ചെയ്യാൻ ആരും ഇല്ല. മറ്റേ നൂലെടുത്ത് അങ്ങനൊക്കെ തയ്ച്ചിട്ടൊക്കെ ഇടാൻ പറ്റും. കാര്യം കാണിച്ചോട്ടാ. ബ്രാവോ ഇപ്പൊ വിളിച്ചിട്ട് ചന്ദ്രൻ ഭയങ്കര ഇമ്മച്ചുവർ ആണെന്നാ. എന്താടാ ഇത്? ചെവി പോയി. ഞാൻ ഇവന് കൊടുത്തത് മുച്ചിരി മറ്റേ സാധനം. ഇത് കേട്ടപ്പോ എന്താടാ ഞാൻ പറയാനെന്ന് പറഞ്ഞു. ഞാൻ ഈ മുച്ചിരില്ലേ അവന് ഒരു പെർമനന്റ് ബാന് ഉടനെ ഉണ്ടാവും പറഞ്ഞ കണ്ട എല്ലാ മറ്റേ ഗ്ലിച്ചും കണ്ടുപിടിച്ച് ലോകത്തില്ലാത്ത എല്ലാ ഇവ എന്തിനാണ് അവൻ ചെയ്യണത്? നിനക്കറിയാമോ എന്തൊക്കെയാണ് കാണിക്കണേന്ന്? അതിന്റെ അകത്ത് കടന്ന് ആ ഗെയിമിന്റെ അകത്ത് ഒരു ഡെവലപ്പർ അറിയാന്നുള്ള കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ അവനറിയാം. അവനിപ്പോ എന്ത് ചെയ്തു പുതുതായിട്ട്? എടാ ഇവൻ മറ്റേ ബഗ് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് ഇവനെ ആർക്ക് പിടിക്കാൻ പറ്റൂല. ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇമോട്ടിട്ട് മുകളിൽ ഇപ്പൊ ആകാശത്ത്. എടാ അവനിതുവരെ പിടിച്ചിട്ടില്ലല്ലോ. എന്നെ പിടിച്ചിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. ഗ്രാൻഡ് RP ഇപ്പൊ ഇല്ല. ഗ്രാൻഡ് RP ഇപ്പൊ ഇല്ലേ? എടാ ഗ്രാൻഡ് RP കാട്ടി ഹൈപ്പാണ് ഇപ്പൊ എക്സാൻഡിഷൻ, അതറിയാവോ? എടാ അളിയ 2 ദിവസമായിട്ട് DDoS അടിച്ചിട്ട് അങ്ങേതാ ബ്രാവോ അയാള് വീട്ടിലുള്ള അവസാന അരിയും കലവും വരെ വിറ്റത് പുതിയ DDoS പ്രൊട്ടക്ഷൻ മേടിക്കാൻ പോവാ.
നീ ദയവ് ചെയ്തിരുന്ന് ഈ മെസ്സ് അടിച്ച് പ്ലെയർ കൗണ്ടിന്റെ കാര്യം പറഞ്ഞ് വേറെ സെർവറുകൾക്ക് അസൂയ ഉണ്ടാക്കി ഓരോരുത്തന്മാരവിടെ ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് റിയൽ ലൈഫിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും വേറെ സെർവറിൽ ആള് കയറണല്ലോ ഇപ്പൊ. ഒരു 3 മിനിറ്റ് മുമ്പ് സെർവർ വൈറ്റ് ലിസ്റ്റിനൊപ്പം 3000 രൂപ വരെ ഓഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ പല സെർവറുകൾ. എന്നിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സെർവറിൽ വിളിച്ചിട്ടുണ്ടല്ലേ ഞങ്ങളെ കൂട്ടത്തിൽ. ഇത് ഒരു നടക്കി ഇത് പോകാൻ തോന്നില്ല കേട്ടോ. ഇത് സെർവറിൽ നടക്കേണ്ട വരും മിക്കവാറും. 1 മിനിറ്റ് പര. അതിൽ കൂടുതൽ വേറെ ഒരു തീരുമാനം ഇല്ല. ഞങ്ങൾ പറഞ്ഞില്ല ഇതാണ് എന്റെ തീരുമാനം. അപ്പൊ അല്ലെങ്കിൽ സെർവർ എനിക്ക് എഴുതി തന്നിട്ട് എന്തോന്ന് വെച്ചാൽ ഇത് ചെയ്യണം. ഡിസൈഡ് ചെയ്ത് ഇത്ര ഞാനൊരു വെള്ള പേപ്പർ കേക്കട്ടതൊക്കെ എത്ര എല്ലായിടത്തും ഞാനല്ലേ തല്ലുണ്ടാക്കുന്നത്. എല്ലാരും അറിയട്ടെ. ലൈവ് വോയിസ് എന്താ അയച്ചിട്ടുണ്ട്. റെക്കോർഡിംഗ് അഡ്മിൻ VC പറയടേ ബ്യൂട്ടി ചെയ്യാനാണേ. അതെ സത്യം സത്യം. അയച്ചിട്ടുണ്ട്. എനിക്കെന്താ അയച്ചു? ആ ഓക്കെ. ആരയച്ചത്? ഏതൊരു ലോകം അയച്ചു കൊടുത്തത്? പുതിയതോ പഴയതോ? പുതിയത്. ഓക്കെ. പുതിയ ഞാൻ കഴിച്ചത് എന്റെ 3D പ്രിന്ററിന് എനിക്ക് പുതിയൊരു വർക്ക് കിട്ടി. എക്സ്ലാറ്റിന്റെ ഒക്കെ ലോഗോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഇതൊക്കെയാണ് എന്റെ ജോലി. ഇതാണ് എന്റെ പരിപാടി. 1.5 കോടി എടുത്ത് പ്രിന്റർ വാങ്ങിയിട്ട് ഇതുപോലത്തെ ചെറിയ 4 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെ സാധനം ഉണ്ടാക്കി സന്തോഷം കണ്ടെത്തുന്നു. താങ്ക് യു സോ മച്ച്. 10 പറയുന്നത് അതൊരു 100 എത്ര ആയി എന്ന് കണക്കൂട്ടത്? 100 ആവണ്ടേ? വേണ്ടുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ഫ്രീലാൻസ് വർക്ക് പിടിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. എവിടെ ചെയ്താലും നമ്മളിതൊക്കെ ഇതാക്കണ്ടേ. ഈ ബോഗ് വരുന്നുണ്ട് എക്സ്റ്റാൻസില്. ബോഗ് വരുന്നുണ്ടോ? ബോഗ് അയ്യോ ബോഗ് വേണം. ഡിസിഷൻ അവരിപ്പോ പറയാറ് ഒരു മേളിൽ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക മറ്റേ പയ്യന്മാരായിട്ട്. അതിന്റെ റൂൾസ് എത്ര ഓൾമോസ്റ്റ് 1 വർഷം ചുമ്മാ ഇരിക്കുകയാണ്. ബോഗല്ലേ അപ്പൊ എനിക്കൊന്നും ബോഗൊന്നും കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സിയോണില് ഞാൻ ഇനാക്റ്റീവ് ആയിരുന്നു. ഞാനൊന്നും ബോഗ് കളിച്ചിട്ടില്ല. എനിക്കൊന്നും ബോഗ് കളിക്കാനുള്ള അത് ക്യാപ്ചറിംഗ് ആണ്, ഫ്ലാഗ് ക്യാപ്ചറിംഗ്. ബോഗ് കളിക്കണമെങ്കിൽ കാര്യം പറയാം. ഇന്ന് ബോഗുണ്ടെങ്കിൽ മറ്റന്നാ ബോഗുണ്ട്, മറ്റന്നാ ഉണ്ടെങ്കിൽ അതിന്റെ മറ്റന്നാ ബോഗുണ്ട്. മനസ്സിലായോ? അയ്യോ ഇവിടെ ഓരോരുത്തന്മാര് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ എല്ലാരെയും പോയി തല്ലണതാണ് ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കണേ. ഇങ്ങനൊക്കെ പോട്ടെന്നല്ലേ? നമുക്ക് അപ്പുറത്ത് നമുക്ക് സ്പെക്ക് ചെയ്യാൻ പോണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താടാ എല്ലാ ബോഗ് സ്പെക്ക് ചെയ്യാൻ പോണ്ട. ബോഗ് സ്പെക്ക് ചെയ്യണ്ട. കളിക്കാൻ പോകുന്നവര് കളിക്കട്ടെ. ബോഗ് കളിച്ചാൽ മതി. അപ്പൊ ഈ വെടിയന്മാർക്ക് ഒരു സിറ്റുവേഷൻ ആവുമല്ലോ. ബോഗ് ബോഗിന്റെ ഫുൾ ഫോം ബാറ്റിൽ ഓഫ് ഗൺസ് അല്ലേ? ആണോ? നമ്മുടെ ഇവിടെ ബോഗെന്നല്ല, എന്റെ പേര് വാർസോൺ. ബാറ്റിൽ ഓഫ് ഗാങ്സ് ആണല്ലേ? ഗാങ്സ് ആണോ ഗൺസ് ആണോ? ഗാങ്സ് ആണോ? ഓക്കെ. അങ്ങനെ എന്തോ കേട്ടായിട്ട് ഓർമ്മയുണ്ട്. എനിക്കറിയില്ല. അത് ഈ ടർഫ് പോലത്തെ സാധനമാ. ടർഫ് പോലത്തെ സംഭവമാണ് കേസ്. അത് ഈ ഫ്ലാഗ് ക്യാപ്ചറിങ്. എന്താടാ ഒരു വ്യത്യാസമുണ്ട്. ടർഫില് നമുക്ക് സോണോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അത് ശരിയാ. വാർസോണിനകത്ത് അതില്ല. വൺ സെന്റേഡ് ഇറങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഒരിക്കൽ കയറിയ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നിനക്ക് അറിയാലോ. There is no entry. Exit.
ഇതൊക്കെ ഞാൻ പോയത് ഈ പുഷ്പം പോലെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്താൽ എന്താന്ന് പറഞ്ഞാൽ മതിയോ? കാരണം നിങ്ങളില്ലെങ്കിൽ ഇരുന്ന് മുഷിയും. അതൊക്കെ അത് പറഞ്ഞ അപ്പൊ നമ്മള് പോയിട്ട് അവിടെ ഇരിക്കാം. ഡിസിഷൻ അറിഞ്ഞിട്ട് പോയാൽ ഇവിടെ നീ നിന്റെ ഫൈൻഡിങ്സ് അല്ലേ, നീ ഡിസിഷൻ അറിഞ്ഞിട്ട് പോയാ കളിയാ. നീ ഇവിടെ ഇരി. എടാ, അത് അവരുടെ രീതിയിൽ ഫ്രീ, അവർക്ക് ഫ്രീ ആയിട്ട് അവര് മെല്ലെ ചെയ്തോട്ടെ. എന്തായാലും ഇത് ഇനിയിപ്പം 12 മണിയായി ഇന്ന്. അങ്ങനെ അല്ലല്ലോ അളിയാ നീ കുറച്ചു മുമ്പ് പറഞ്ഞത്. നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ മ്യൂട്ട് ചെയ്തിട്ടിരുന്ന സമയത്ത്. നീ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് KV മേളെ വന്നേ അടിയാൻ തോന്നട്ടെ. എന്തോ അപ്പൊ ഡീൽ ചെയ്യണേ. അത് അവർക്ക് വാറുണ്ട് ആണല്ലേ? ഓക്കെ. ഇതുണ്ട്, ടർഫുണ്ട്. നമ്മളെ ഒരു കാര്യം ചെയ്യാം, നമ്മളെ TVയില് നമ്മുടെ ഗ്യാങ് ലോബി ഇരിക്കാം. നമ്മള് ഗ്യാങ് ലോബി എല്ലാരെ വിളിക്കുന്നോ? ഗ്യാങ് ലോബി ഉണ്ട്. ഗ്യാങ് ലോബി അല്ല, ഗ്യാങ് VC. ഇപ്പൊ തെറ്റിപ്പോയായിരുന്നു പറഞ്ഞപ്പോ. ഇല്ലല്ല, ഗ്യാങ് ലോബി എഴുതിയിരിക്കണ നോക്ക്. അങ്ങോട്ട് പോ, ഗ്യാങ് VCയിലോട്ട് പോവാ. വാ. പിള്ളേരെ വിളിച്ചു കൂട്ടിട്ട് വരാം. ഒരു ബലം വേണമല്ലോ നമുക്ക്. അടി വരുമ്പത്തേക്ക് ബലം വേണം. ഞാനൊരു 10-30 പിള്ളേരെ വിളിച്ചിട്ട് എന്തോടാ കേട്ടില്ല. ഞാനൊരു 10-30 പിള്ളേരെ വിളിച്ചിട്ട് വരാം നമ്മുടെ. എന്തിന്? അല്ല ബലം വേണമല്ലോ, എന്തെങ്കിലും ഒരു വാക്ക് ഇറക്കായ. വാക്ക് തർക്കമായാലോ? ആരുമായിട്ട്? അളിയാ ഞാനേ അവൻ പോയി. ഞാൻ ഒരാളുമായിട്ട് വാക്ക് തർക്കമാവൂല. ഞാൻ അത്രയും ഡീസന്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുള്ളൂ ഈ വർഷം. പറഞ്ഞല്ലേ ഈ വർഷം ഞാൻ അങ്ങനെ ഒരു രീതിയിലത്തെ അങ്ങനെ എന്തായാലും ബിഹേവ് ചെയ്തില്ല. നമ്മള് സംസാരമായി റോങ് ആയ കുറച്ച്. എങ്ങനെ തട്ടുമല്ലേ ആളെ ഓണറിനെ നീല കാര്യം പറഞ്ഞ് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ നോക്കുമ്പോ പുള്ളി ചാടി കയറാൻ നിൽക്കണം. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ മ്യൂട്ട് ചെയ്ത് ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് KVയിൽ ആരോ കയറി വന്ന് അവനെ ഇവ ചന്ദ്രൻ തള്ളക്കി വിളിച്ചത് KV മൊത്തം സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. മൊത്തത്തിൽ പ്രശ്നമായി ഇവിടെ. ഓഡിയൻസിനൊക്കെ ഒരു കാര്യം മനസ്സിലാവും. പണ്ട് വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ഒക്കെ FRPVCയിൽ ഇങ്ങനെ സംസാരിച്ച് അടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തോറ്റാലും ജയിച്ചാലും അടിയും വഴക്കും. എന്റെ അമ്മോ, വെളുപ്പിന് 3 മണി 4 മണിയൊക്കെ വരെ ഇരുന്നിട്ടുണ്ട് VCയിൽ അഡ്മിൻസിന്റെ അടുത്ത് ഡിസിഷൻ കിട്ടാൻ. ഇപ്പൊ എനിക്ക് ആവത്തില്ല എന്തായാലും. സത്യം. ബാബുവാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന് മൂലം കഴിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരു കാലം, സത്യമല്ലേ? ബാബുവാണ് ഏറ്റവും കൂടുതൽ ഇരുന്ന്. അന്നൊക്കെ ഒരു ടർഫ് കഴിഞ്ഞാലോ ഒരു ഗ്യാങ് വാർ കഴിഞ്ഞാലോ ആടി വാടിനാശം വെള്ളപ്പൊക്കം. പക്ഷെ അന്നൊന്നും അത്രയ്ക്ക് എക്സ്ട്രീം ഓസി പറച്ചിലില്ലായിരുന്നു. അതൊക്കെ പറഞ്ഞൊന്നുമില്ല, എല്ലാം നേരിൽ ഇടി മാത്രമേ തള്ളക്കിളി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ ഓസി ഒക്കെ കുറച്ചു നാൾക്ക് മുമ്പ്, ഒരു 1-2 വർഷം മുമ്പാണ് ഈ ഇതൊക്കെ വന്നത്. ലോക്കോ ഡേയ്സ്. സത്യം DC ELD. അയ്യോ സത്യമല്ലേ? TV vs MC, KVA R34 BSB. ഈ ഒരു ചുരുങ്ങിയ കാലം നമ്മൾ എത്ര സർവർ പൊട്ടിച്ച്. പ്രൗഡ്ലി we say we are closed to so many servers and next പറഞ്ഞു വിട്ട് തള്ളക്കി വിളിച്ചിറങ്ങി. സർവർ ഞാൻ കേറിട്ട് ഇങ്ങനെ അടിച്ചു വന്നത്. നീ അതറിഞ്ഞായിരുന്നോ? ഞാൻ ടൈഗറെ ചെന്ന് കീറിയത്. ടൈഗറെ കളിച്ചത് ഞാൻ പോയി. എന്തിന്? ഓ ടൈഗറിന്റെ റോഡിറക്കി കായലിൽ കയറിയതിന്. എനിക്ക് അപ്പോഴേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. ഓ തല്ലിട്ട് എന്നെ അപ്പൊ തന്നെ പ്ലക്കി ഇറക്കി. കെട്ടിട്ട് കളിച്ച് പ്ലക്കി ഇറക്കി വിട്ട്. അടിച്ചിട്ടോ? ഓ പിന്നല്ലാണ്ട് കേറി അടിച്ചില്ലേ? എന്ത് വെച്ച് കണ്ണോ? ഇല്ല, ഇടിച്ച് കൈകൊണ്ടിടിച്ച്. ബാക്കപ്പ് ഒന്നുമില്ലേ പുള്ളിക്ക്? അവന് ബാക്കപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ബാക്കപ്പ് ഇല്ലാത്തോണ്ട് അപ്പൊ തന്നെ കൊന്നോളന്ന്. ഞാനും പിന്നെ മുതുക്കിൽ അവിടെ 500 രൂപയ്ക്ക് തല്ലാൻ പോണ ഒരു വാടക കൊണ്ടായിട്ട് പോയത്. ബാനിട്ട് ദിവസം ഇവൻ അടി കിട്ടിയപ്പോഴേ വാടക കൊണ്ട് ഓടി. വാടകുണ്ടി 2 എക്സ്ട്രാ മെസ്സേജ് ചെയ്യുന്ന അവൻ അപ്പൊ തന്നെ കത്തിച്ചോ. അത് നിനക്ക് കിട്ടിയത് വേറെ കിട്ടിയില്ലേ?
എനിക്ക് വേറെ സിറ്റിൽ ബാൻ ഇട്ടാണ് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ബാൻ കിട്ടി. പിന്നെ പോ സെർവറില്ലാത്ത ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇരുന്ന് മറ്റേ വാലറന്റ് കളിച്ച് തോറ്റ് ഡിപ്രഷനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ server- എന്റെ extreme ആഗ്രഹമായിരുന്നു അളിയാ എനിക്ക് ടൈഗയെ തള്ളണമെന്ന്. ഞാൻ അങ്ങനെ എന്ത് എന്തൊക്കെ കാര്യട്ടാ നിന്നെ കാണുന്നത് പറയട്ടെ. പക്ഷെ പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ഹൈറാർക്കി കണ്ടാ എനിക്ക് അസൂയ തോന്നി. അതൊക്കെ അത് കിടില ഹൈറാർക്കി അല്ലായിരുന്നു. അതെ 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 അതെ. നമ്മൾ അടുത്ത ടാർഗറ്റ് ക്യാരക്ടറിന് മുടിഞ്ഞ ഓറയാണോടാ. നമ്മൾ സംസാരിക്കുമ്പോ നമുക്കൊരു ഇതൊക്കെ വരും. എന്നുവെച്ചാൽ ആ സിയോണിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ ഹൈറാർക്കി നമുക്കത് കേൾക്കുമ്പോ റെസ്പെക്ട് കൊടുക്കാൻ തോന്നും കേട്ടോ. ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ അത് ഓജി അവര് നല്ല RP പിള്ളേർ. ഈ അടുത്ത നമ്മൾ ടാർഗറ്റ് നോക്കുക എക്സാൻഡിസ് ആണ്. ഏതൊരു തന്നെയും ഇത് പൊട്ടിക്കുക 2020 പ്രശ്നം. മറ്റേ പയ്യന്മാര് വേളി വന്നിട്ടുണ്ട്. അവന്മാർ ഒരു തരത്തിൽ അടുക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അല്ലെ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണല്ലേ ഇത് നമുക്ക് ഇറങ്ങിയല്ലേ ഇത് ചുമ്മാ ഇരുന്ന് ഡിലേ ആവുന്നത്. ഇവന്മാർക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറ്റണേ? ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തല്ലേ അളിയാ. അവന്മാർക്ക് ഉണ്ടല്ലോ അളി കൊച്ചു പിള്ളേർ നാളെ സ്കൂളിൽ പോണ്ടേ അവന്മാർക്ക്. നീ എന്തിനു പറയണം അവന്മാർക്ക് ഇത് അടിച്ച് ഇപ്പൊ തോറ്റ് കഴിയുന്ന പ്രശ്നമായി. ഇപ്പൊ തോറ്റ് കഴിഞ്ഞോണ്ടല്ലോ ശരിയാവും. ഞാൻ കളിക്കാൻ കേറാം അളി. എന്റെ പേര് കഴിഞ്ഞു 12 എന്റെ പേര് കഴിഞ്ഞു. ടഫ് ഞാൻ ഉണ്ടേ. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ ഡിസിഷൻ പറയാം. അപ്പൊ ടർഫ് റീവാർഡ് കാണത്തില്ല കേട്ടോ. അതെന്താ? അത് ടർഫ് ഷിഫ്റ്റ് ആയി. നിങ്ങൾ സോണിൽ കയറിയില്ല. ഈ ഊഞ്ഞ തവണ ഞങ്ങൾ ഇറങ്ങാ. ഇതാണ് അവർ പറഞ്ഞ ന്യായമാണോ? അവർ പറഞ്ഞ ന്യായമാണോ? അല്ല ചുമ്മാ പറഞ്ഞ ബുധനാഴ്ച 11 കേട്ടോ. ബുധനാഴ്ചയോ? ബുധനാഴ്ച 11 ഇള ഇനി സംസാരിക്കാൻ ഞാൻ ഇറങ്ങണേ ഇള. എടാ ബുധനാഴ്ച അല്ല ബുധനല്ല, വ്യാഴാഴ്ച 11 മണി. മൈ ബാഡ്. അപ്പൊ നാളെ നമ്മള് കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആണ്. എന്തൊക്കെയാടാ നീ അവരെ പറ്റി പറഞ്ഞ? അവര് സമ്മതിച്ചില്ലേ അളിയാ T47? പറഞ്ഞ കൊച്ചു പിള്ളേരാണെന്നൊക്കെ. നീ കൊച്ചു പിള്ളേരെന്നൊക്കെ സോറി T47 സോറി ഐ ആം സോറി. എന്റെ മൈ മിസ്റ്റേക്ക്. ഐ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. വെരി സോറി. അപ്പൊ എന്റെ ബാൻ ഒന്ന് മാറ്റിട്ട് പറഞ്ഞേ. ഇത് എന്റെ ബാൻ കഴിഞ്ഞ 12 മണി. ഇല്ല 3 ദിവസം 4 ദിവസം ബാൻ ഉണ്ട് കേട്ടോ. 4 ദിവസം ഉണ്ടല്ലേ ചന്ദ്ര നിനക്ക്? 4 ദിവസം കഴിഞ്ഞ് 4 ദിവസം അത് മാത്രല്ല, അത് ബാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ആക്കുകയുള്ളൂ. നമ്മൾ മാറ്റി തരേണ്ട അല്ല. എനിക്ക് ഒരു കാര്യം പറയട്ടെ, ഒരു ടിസ്റ്റ് ഉണ്ട്. എനിക്ക് ബാൻ ഇല്ല. നിങ്ങൾ നോക്കിയേ. ആര് പറഞ്ഞ് എടുത്ത് ക്ലിക്ക് നെക്കി നോക്ക്. FRP നല്ല മുത്തങ്ങ ബാനെങ്കില് ബാന്റെ സിമ്പിൾ ആണ് കൊടുക്കണേ. ചോദിച്ചോക്കല്ലേ അപ്പാപ്പന്റെ. ചന്ദ്രൻ വൈറ്റ് ലിസ്റ്റ് ഇല്ല സിറ്റിയിൽ. FRP ചന്ദ്രന്റെ ബാൻ ഇനി ഇട്ടില്ലേ? ഇല്ല ബാൻ ഞാൻ 4 ദിവസത്തേക്ക് അല്ല 4 ദിവസം കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ത് സത്യസന്ധനായ ഒരുത്തനാണ് ഞാനെന്ന്. ഇത് ഞാൻ അന്നോട്ട് ഞാൻ കണ്ടതാ. പക്ഷെ ഞാൻ സിറ്റി കയറിയില്ല. TD കളിച്ച് എന്ന് പറഞ്ഞ പറ്റത്തില്ല. എന്തിനാ FRP എന്ന് പറഞ്ഞാൽ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് റോൾ ആണത്. FRP റോളുള്ള ആൾക്ക് സിറ്റി കയറാൻ പറ്റില്ല. കേറിയില്ല. അതാണ് പറഞ്ഞത് 4 ദിവസം എനിക്ക് ബാൻ. 4 ദിവസം എന്തായാലും ബാൻ ഇട്ടില്ല. ഇടാത്ത അല്ല 4 ദിവസമായി. ഒന്ന് നോക്കിയണം. 4 നോക്കിയണം ബ്രോ. ബാൻ ഇടാതെ ഇവരോട് ചോദിച്ചേ, ഗിരീഡ് ചോദിച്ചേ. അന്ന് ഓൾറെഡി ബാൻ ഇടാൻ പറഞ്ഞിട്ട് പോയതാണല്ലോ ഞാൻ. പക്ഷെ ബാൻ ഇട്ടില്ല. പക്ഷെ 4 ദിവസമായി അപ്പാപ്പ. ഓർമ്മയുണ്ടാ എന്നെ? ബാൻ ഇട്ടിട്ടില്ല ഐ തിങ്ക്. ഇല്ല ബാൻ ഇട്ടില്ലായിരുന്നു. ശരിക്കും ബാൻ ഇട്ടില്ല. ടു ബി ഓണസ്റ്റ് ഈ FRP റോളും ബാനും ഈക്വലാ. കാരണം FRP വൈറ്റ് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. എനിക്കൊന്ന് മറ്റേ FRP റോൾ മാറ്റിത്തരാമോ? മറ്റന്നാളല്ലേ ഫൈനൽ ഡിസിഷൻ? മറ്റന്നാള്. യെസ്. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു എക്സലൻസ്. താങ്ക് യു T47. താങ്ക് യു. അതെ പിന്നല്ല ദേഷ്യം വരുമല്ലേ?